എന്തുമാത്രം പരിശുദ്ധാത്മ അഭിഷേകം അവന് ലഭിച്ചാലും, എത്രമാത്രം ധ്യാനം കൂടിയാലും, എത്രമാത്രം വചനം വായിച്ചാലും അവൻ അത് കഴിഞ്ഞെഴുന്നേൽക്കുമ്പോൾ വീണ്ടും ഭോഷനെ പോലെ പെരുമാറുന്നു. അവൻ ചേർത്ത് വെച്ചത്, സ്വീകരിച്ചത് മുഴുവൻ അവൻ നഷ്ടപ്പെടുത്തി കളയുന്നു. ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്നവനെയാണ് യഥാർത്ഥത്തിൽ ഭോഷൻ എന്ന് വിളിക്കുന്നത്. സ്വീകരിച്ചത് അതല്പമാണെങ്കിലും അത് ഹൃദയത്തിൽ ശേഖരിച്ചു വയ്ക്കാനുള്ള മനസ്സാന്നിധ്യവും അച്ചടക്കവുമുള്ളവനെ ഭോഷ എന്ന് വിളിക്കേണ്ടി വരികയില്ല. കാരണം അവനിൽ നിന്ന് കുറച്ചാണെങ്കിലും ഉള്ളത് ചോർന്നു പോവുകയില്ല. ആകയാൽ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അഭിഷേകം കൊണ്ട്, ചോർന്നു പോകാത്ത അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അഭിഷേകം കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.